ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നടൻ ഇടവേള ബാബുവിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് നടപടി. വിശദാംശങ്ങളുമായി നിതിൻ ചേരുകയാണ്. നിതിൻ, ഇപ്പോൾ നടൻ ഇടവേള ബാബുവിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മുകേഷിനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. ഈ സമാനമായ കേസിൽ നടൻ ഇടവേള ബാബുവിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ മുകേഷിനുണ്ടായ സമാനമായ സാഹചര്യം തന്നെയായിരിക്കോ ഇന്നുണ്ടാവുക? ഈ കേസിൽ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തത്. അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത കൊച്ചി കലൂരിലെ ഫ്ളാറ്റിലെത്തിച്ച് അംഗത്വ ഫോറം പൂരിപ്പിക്കുന്നതിനിടെ തന്നെ ബലമായി കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ചുംബിച്ചു എന്നാണ് ആലുവ സ്വദേശിയായ നടി പരാതിയിൽ പറഞ്ഞത്. അവർ ഇക്കാര്യം കേരള വിഷൻ ന്യൂസിനോടും വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടവേള ബാബുവിനെ അമ്മ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒരു അതിനിർണായക ചോദ്യം ചെയ്യൽ ആണെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസവും ആലുവ സ്വദേശി നൽകിയ പരാതിയിലാണ് കൊല്ലം MLA മുകേഷിനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത്. സമാനമായ രൂപത്തിൽ ഇന്നും ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചി തീരദേശ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ജി പൂങ്കുഴലിയുടെ ഓഫീസകത്തായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക. രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇടവേള ബാബുവിന് നിർദ്ദേശം നൽകിയത്. ഒരുപക്ഷെ ചോദ്യം ചെയ്ത് വിശദാംശങ്ങൾ ചോദിച്ചിറങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഇടവേള ബാബുവിന് ഈ കേസിനകത്ത് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. അനുപ്രിയ, നിതിൻ, സമാനമായ കേസുകളിൽ നടൻ ജയസൂര്യയ്ക്കും ബാബുരാജിനുമൊക്കെ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും ഇതേ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഈ നടന്മാർക്കെതിരെയും പ്രതീക്ഷിക്കാമോ? അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ഇതേപോലെ വിട്ടയക്കാൻ തന്നെയാണോ സാധ്യത? എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച കേസുകളിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി കൃത്യമായി പറയുക, അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ നിന്നും വിട്ടയക്കുന്നതാണ് പതിവ്. ആ രൂപത്തിൽ തന്നെ ഇടവേള ബാബുവിനെയും അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജയസൂര്യ, ബാബുരാജ്, കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അന്വേഷണ സംഘം 12 മണിക്കൂർ എടുത്താണ് ആലുവ സ്വദേശിയായ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴി പൂർണ്ണമായും പഠിച്ച് അതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചത്. ഒക്ടോബർ 3 ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ, പ്രത്യേക ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കേണ്ട ഒരു ബാധ്യത പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒക്ടോബർ 3 പ്രത്യേക ബെഞ്ച് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ഇത് സംബന്ധിച്ച പൂർണ്ണ റിപ്പോർട്ട് കോടതിക്ക് നൽകണമെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ച കേസ് ഇത്തരത്തിൽ വിശദമായ മൊഴി നൽകിയിട്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ന വലിയ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കേസിനകത്ത് പരാതിക്കാരി പറഞ്ഞ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്ത് നടപടി സ്വീകരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അനുപ്രിയ, നിതിൻ, ഈ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്നതിലൂടെ ഈ അറസ്റ്റിലൂടെ ഇവരെല്ലാം കുറ്റക്കാരാണ് എന്നുള്ളൊരു പ്രതീതിയല്ലേ ഉണ്ടാവുന്നത്? ഇവർക്ക് കേസിനകത്ത് ഇവരെ കേസ് ചാർജ് ചെയ്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന ഒരു പതിവ്. കാരണം ഇവർക്കെല്ലാം മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള ഒരു നിയമം IPC ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള ഒരു പോംവഴി നടിമാർ നൽകിയ അല്ലെങ്കിൽ പരാതിക്കാരി നൽകിയ മൊഴി പരിശോധിക്കുക. ഈ മൊഴിയിൽ നിന്നും ഈ പ്രതികളിൽ നിന്ന് മൊഴിയുമായി ബന്ധപ്പെട്ട് പ്രതികളെ ചോദ്യം ചെയ്യുക, അവരുടെ മൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ഇവരെ ജാമ്യത്തിൽ വിടുക. ആ ഒരു നടപടിക്രമം മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അവരുടെ മുന്നിലുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മാത്രമല്ല, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു വ്യക്തിയെ പിന്നീട് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കാനോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനോ നിയമം അനുവദിക്കുന്നില്ല. ആ നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ തന്നെ ഈ
പ്രതികളെയും, അതായത് ഈ സെഹമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പരാതിക്കാർ നൽകിയ പ്രതികളെ ഇത്തരത്തിൽ തന്നെ മാത്രമേ പോലീസിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും അവരെ ചോദ്യം ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ കോടതിയിൽ ഇവർ പോകുമ്പോൾ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കണം. സിദ്ദീഖിന്റെ കാര്യത്തിൽ അതാണുള്ളത്. മറ്റെല്ലാവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതിനനുസൃതമായ നടപടികൾ മാത്രമായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അനുപ്രിയ. നടൻ ഇടവേള ബാബുവിനെയും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് നടപടി. വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്.